ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം അരവിന്ദ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് കമൻസും ഒരുപാട് സപ്പോർട്ടും എനിക്ക് കിട്ടി. എല്ലാവരും കണ്ടു കാണും. ഒരു ക്യാമറ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം നമ്മുടെ ഈ ക്യാമറ സ്റ്റോർ ചെയ്യാൻ ഒരു ഡ്രൈ ക്യാബിനറ്റ് ആവശ്യമാണ്. അതിനകത്ത് സേഫായിട്ട് അതിൻ്റെ ഫംഗസ് ഒന്നും വരാതെ അതിൻ്റെ ഒരു ആംബിയൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഡ്രൈ ക്യാബിനറ്റ്. അടൂരുള്ളൊരു ക്യാമറ ഷോപ്പിൽ നിന്നാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പോകുന്നത് ഡയറക്റ്റ് മേടിക്കാൻ പോകുന്നതിന് പകരം ഒന്ന് കറങ്ങി കോന്നി ആനക്കോട്ട അടവി വഴിയൊക്കെ ഒന്ന് കറങ്ങി ചെറിയൊരു ട്രിപ്പ് പോലെ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ വൈഫും കൂടെ വരുന്നുണ്ട്, ശ്രീലക്ഷ്മി. അപ്പം നമ്മൾ പോയിട്ട് വരാം. ഓക്കെ ബൈ. നമ്മളിവിടെ പത്തനംതിട്ടയിൽ നിന്നാണ് ഇപ്പോൾ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കോന്നി ആനക്കൂടാണ്. ഏകദേശം ഒരു 24 കിലോമീറ്റർ ദൂരം വരും അവിടം വരെ. നമ്മളിതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം പോണ വഴിക്ക് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണുവാണെങ്കിൽ അവിടുന്ന് കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അങ്ങനെ ചെന്നൈ ബിരിയാണി കിട്ടുന്ന ഒരു ഷോപ്പിൽ കയറി കൂടെ ഒരു ചിക്കൻ ഫ്രൈയും വാങ്ങി. അങ്ങനെ നമ്മൾ കോന്നി എക്കോ ടൂറിസം എൻട്രൻസിൻ്റെ അവിടെ വന്നു. ആക്ച്വലി എക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് ആനക്കൂടാണ്. ഈ ആനക്കൂട് എന്ന് പറയുന്നത് ഫുൾ വുഡിൽ ഉണ്ടാക്കിയേക്കുന്ന കുറേ പഴക്കമുള്ളൊരു സംവിധാനമാണ്. പണ്ട് മുതലേ ഇപ്പോഴും ഈ ആനകളെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. അറ്റ് എ ടൈം ഏകദേശം ഒരു 6 ആനകളെ ഈ ഒരു കൂടിനകത്ത് കയറ്റി നിർത്താൻ പറ്റും. അതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. തൊട്ടിപ്പുറത്ത് ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പിള്ളേർ ഫുള്ള് ഇത് തന്നെയാണ്. ഈ കാണുന്നതാണ് മ്യൂസിയം എൻട്രൻസ്. കയറുമ്പോൾ തന്നെ ഈ ആനകളുടെ എവല്യൂഷൻ അനുസരിച്ച് അതിൻ്റെ ആ ഒരു സ്റ്റേജസ്, ഓരോ ചെറിയ ചെറിയ സ്റ്റാച്യൂസ് പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതിലും വലിയ ആന ഞാൻ പഠിച്ച കോളേജിലുണ്ടായി. ഇവിടെയാണ് ഓഡിയോ വിഷ്വൽ റൂം സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങി ഇപ്പുറത്തുള്ളത് ആർട്ട് മ്യൂസിയം. ഇവിടെ കുറേ എലിഫൻറ്റ് മോഡൽസും ഒക്കെ ആർട്ട് വർക്കായിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എക്സിബിറ്റ് ചെയ്തേക്കുവാണ്. നമുക്ക് പർച്ചേസ് ചെയ്യാനോ വാങ്ങാനോ ഒന്നുമല്ല, ജസ്റ്റ് കണ്ടിങ്ങനെ പോവാം. ഇനിയാണ് നമ്മൾ ആനകളെ റെയർ ചെയ്യുന്ന ആ ഒരു കൂടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ വരുന്നത്. നിലവിലിപ്പോൾ ഇവിടെ 5 ആനകളുണ്ട്. കൂട്ടത്തിൽ 4 പിടിയാണ് കേട്ടോ. ആണൊരുത്തനുള്ളതാണെങ്കിൽ മതപ്പാടിലാണ്. പക്ഷെ ആള് ശാന്തനാണ്. വേറെ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. ഇവിടെ അശോകമരം ഉള്ളത് കൊണ്ടായിരിക്കും അശോകവനം എന്നൊക്കെ പേരൊക്കെ ഇട്ട് അവരൊരു ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ടൊരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ 3D തിയേറ്ററിൻ്റെ അങ്ങോട്ട് നടന്നു. കണ്ടപ്പോൾ കയറാനൊന്നും തോന്നിയില്ല. അവിടെ നിന്ന് കുറച്ച് പടമൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി. ഈ കാണുന്ന എക്കോ ഷോപ്പിൽ എല്ലാം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. നമ്മളൊരു നന്നാർ സർബത്തൊക്കെ വാങ്ങി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി നേരെ അടവിലേക്ക്. ഏകദേശം ഒരു 14-15 കിലോമീറ്റർ ഇവിടുന്ന് ആ ഫോറസ്റ്റ് റൂട്ട് പോകണം. അടവി, ഈ കൊട്ടവഞ്ചി സവാരി, ഏറുമാടം, അങ്ങനത്തെ സെറ്റപ്പൊക്കെ അവിടെയാണുള്ളത്. ഇവിടെ മൊത്തത്തിൽ കൊള്ളാം. നല്ല പീസ്ഫുൾ സെറ്റപ്പാണ് കേട്ടോ. കൊട്ടവഞ്ചിയിൽ കയറാൻ 4 പേർക്ക് 600 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. നമ്മൾ അതിലൊന്നും കറങ്ങിയില്ല. അവിടെ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.
ഇത് ഫോട്ടോ കിട്ടുന്നുണ്ട്. കരിമ്പ് ജ്യൂസ് നല്ല ഹെൽത്തിയാണ്. ഇനി നമ്മൾ വന്ന കാര്യം, അടൂര് നമ്മൾ പറഞ്ഞ ക്യാമറ ഷോപ്പിൽ വന്നു കേട്ടോ. ഡ്രൈ ക്യാബിനറ്റ് ഇവിടുന്ന് തന്നെ അൺബോക്സ് ചെയ്തു. ഇപ്പം നമ്മൾ മേടിച്ചേക്കുന്ന ഈ ക്യാബിനറ്റിന് 35 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. 5800 ആണ് ഇതിൻ്റെ MRP വരുന്നത്. സാധനം വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് കാച്ചിയേക്കാം. സാധനം കൊള്ളാൻ കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു ഫ്രിഡ്ജ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ ആക്ച്വൽ യൂസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്തൊരു ഡീഹ്യൂമിഡിഫയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു ആംബിയൻ ഹ്യൂമിഡിറ്റി അകത്ത് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നതാണ് ഈ ലെൻസൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ്. ഇവിടെ നമുക്ക് ക്യാമറയും അങ്ങനത്തെ ബാറ്ററി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. നമുക്കൊന്ന് തിരിച്ചു നോക്കാവേ. ഇത് ഇവിടെയാണ് ഇതിൻ്റെ സീരിയൽ നമ്പറും ഡീറ്റെയിൽസും കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതിയേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കണക്ട് ചെയ്യുന്ന പോർഷൻ. ഇത് നമുക്ക് പുറകോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ചാർജർ വരുന്ന ഇതാണ്. ഇത് ഇപ്പോൾ ഒരു പച്ച ലൈറ്റ് തെളിഞ്ഞ് കാണാം. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കൂടെ 2 കീയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചൊക്കെ വെക്കാം. ആരും ഒന്ന് അടിച്ചുകൊണ്ട് പോകത്തില്ല. ഈ കാണുന്നതാണ് ഡീഹ്യൂമിഡിഫയർ. ഇതിനകത്ത് ഇങ്ങനെ A to E അഡ്ജസ്റ്റ്മെൻറ്റ് നോബുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ 75% ആണ് കാണിക്കുന്നത്. അതിനിപ്പം കുറഞ്ഞ് ഒരു 40 to 50, 45 റേഞ്ചിലൊക്കെ വന്ന് നിൽക്കും. അവിടെയാണ് നമുക്ക് നമ്മുടെ ക്യാമറയൊക്കെ സ്റ്റോർ ചെയ്യേണ്ടത്. ക്യാമറയുടെ ലെൻസിന് വേണ്ടി ഒരു UV ഫിൽറ്റർ കൂടെ നമ്മൾ കൂടെ പർച്ചേസ് ചെയ്തു. അതാണിത്. തിരിച്ചും കാണിക്കാം. 52 mm ലെൻസിന് വേണ്ടിയുള്ള UV ഫിൽറ്ററാണ്. ഇതിന് ആകെ 250 rupees ആയിട്ടുള്ളൂ. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ ക്യാമറയും ഡ്രൈ ക്യാബിനറ്റും കൂടെ ഇപ്പം ക്യാമറയുടെ ആക്സസറീസ് ഓരോന്നൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനലിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം ശരി, ബൈ.